Hello guys, welcome to Sri Maths. Today we are going to study the number system. Indian place value chart. And international place value chart. ഇന്ന് നമുക്ക് നമ്പർ സിസ്റ്റത്തിലെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട്, ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് ഇവയെക്കുറിച്ച് പഠിക്കാം. 6ാം ക്ലാസ്സിലെ CBSE സിലബസ്. ഫസ്റ്റ് I draw Indian place value chart. ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന പ്ലേസ് വാല്യൂ ചാർട്ടാണിത്. വിദേശ രാജ്യങ്ങളിലൊക്കെ വ്യത്യാസമാണ്. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട്. നോക്കാലോ. Today we are going to study Indian place value chart. This is a chart that we only use in our country, India. Indian place value chart. The ones in the group ഇത്രയും വരും. ones. Ones, tens, hundreds. Thousands and 10,000s. Lakhs and 10 lakhs. Crores. Crores in the group level.
crores and 10 crores. For writing a number, then that is, I will write a number in Indian place value chart. Ones, tens, hundreds അതിങ്ങനെ ഗ്രൂപ്പ് ചെയ്യും ഫസ്റ്റ് കോളത്തിൽ. തൗസൻഡ്സ്, 10,000s അങ്ങനെ ഗ്രൂപ്പ് ചെയ്യും. ലാക്സ്, 10 lakhs. ക്രോഴ്സ്, 10 crores. വൺസിൽ ഇവിടെ 3 ഇത് വരുന്നുണ്ട്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. തൗസൻഡ്സിൽ തൗസൻഡ്സ്, 10,000s. ലാക്സിൽ ലാക്സ്, 10 lakhs രണ്ടെത്തി. ക്രോഴ്സിൻ്റെ സെക്ഷനിൽ ക്രോഴ്സ്, 10 crores. Then for grouping this, first 3 ones, tens, hundreds ഒരു ഗ്രൂപ്പ്. തൗസൻഡ്സിൻ്റെ ഗ്രൂപ്പിൽ 2 എണ്ണം. തൗസൻഡ്സ്, 10,000s അത് രണ്ട് നമ്പർ ഗ്രൂപ്പ് ചെയ്തു. പിന്നെ ലാക്സ് 10 lakhs അതിൻ്റെ ഗ്രൂപ്പിൽ 2 എണ്ണം. ലാക്സ്, 10 lakhs. പിന്നെ ക്രോഴ്സ്, 10 crores അങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. നമ്മളിതെങ്ങനെ വേർഡ്സിൽ എഴുതുക? ഇത്രയും ഈ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇത് വേർഡ്സിൽ എഴുതാം. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ടിൽ 23 crores എടുത്ത ലാക്സിൻ്റെ സെറ്റിൽ വരുന്നത്. 12 lakhs. തൗസൻഡ്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് 52 1000. ഇതെങ്ങനെ വായിക്കുക? 587. Then once more Indian place value chart. Then ones ഗ്രൂപ്പിൽ വരുന്ന വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ആ 3 നമ്പർ റൈറ്റിൽ നിന്ന് ഇത് ഗ്രൂപ്പ് ചെയ്യും. 3 നമ്പർ ഒന്നിച്ച്. പിന്നെ തൗസൻഡ്സ്, 10,000s 2 ഇത് വരുന്നുണ്ട്. 2 പ്ലേസ് ഇവിടെ ഗ്രൂപ്പ് ചെയ്യും. നെക്സ്റ്റ് ലാക്സ്, 10 lakhs 2 numbers വരുന്നുണ്ട്. 2 numbers ഗ്രൂപ്പ് ചെയ്യും. ക്രോഴ്സ്, 10 crores 2 പ്ലേസ് വരുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ക്രമത്തിന് വേർഡ്സിൽ എഴുതാം. ഇത് വായിക്കുന്നത് എങ്ങനെ വായിക്കുക? 23 crores പ്ലേസ് വാല്യൂ നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഇതെങ്ങനെ വായിക്കുക? 587. In smaller classes we have studied 587s. 587. ഇനി തൗസൻഡ്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് 52, അതായത് 52,587. ഇനി ലാക്സിൻ്റെ പ്ലേസിൽ വരുന്നത് 1, 2, 12 lakhs. 12 lakhs. 1 lakh, 10 lakh. 1 crore, 10 crore. It is 23 crores 12 lakhs 52,587. Then I will write this number 23 1 2 5 2 5 87. Indian place value chart. In
ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഈ നമ്പേഴ്സിനെ എങ്ങനെ വേർഡ്സിൽ എഴുതാം? എഴുതാൻ വേണ്ടി ഈ വൺസ് പ്ലേസിലുള്ള ഈ 3 നമ്പർ ഗ്രൂപ്പ് ചെയ്യും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. പിന്നെ തൗസൻഡ്സ് പ്ലേസിൽ എത്ര വരുന്നുണ്ട്? 2. തൗസൻഡ്സ് 10,000 2 നമ്പർ ഗ്രൂപ്പ് ചെയ്യും. നെക്സ്റ്റ് ലാക്സ് പ്ലേസിൽ ലാക്സ് 10 lakhs 2 നമ്പർ അത് ഗ്രൂപ്പ് ചെയ്യും. പിന്നെ ക്രോഴ്സിൻ്റെ പ്ലേസിൽ ക്രോഴ്സ് 10 crores അത് 2 നമ്പർ അത് ഗ്രൂപ്പ് ചെയ്യും. ഇത്രയും ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റീഡ് ചെയ്യാൻ ഈസിയാണ്. ഇതെങ്ങനെ വായിക്കുക? സ്മോൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 587 8 7 ones 8 10s ആണെങ്കിൽ 87 ആണ്. ഹൺഡ്രഡ്സ് പ്ലേസിൽ 5 ആണ്. 587 587. തൗസൻഡ്സ് പ്ലേസിൽ 2ഉം 10,000 പ്ലേസിൽ 5ഉം 52,000. ലാക്സിൻ്റെ പ്ലേസിൽ 2ഉം 10 lakhsൻ്റെ പ്ലേസിൽ 1, അതായത് 12. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. 12 lakhs. ക്രോഴ്സ് 10 crores ദാറ്റ് ഈസ് 23. ഇത് ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം? ഇത് വൺസ് പ്ലേസ്, ഇത് തൗസൻഡ്സ് പ്ലേസ്, ഇത് ലാക്സ് പ്ലേസ്, ഇത് ക്രോഴ്സ് പ്ലേസ്. ഇവിടെ നോക്കാം. ക്രോഴ്സ് പ്ലേസിലുള്ള എത്രയാണ്? 23 ആണ്. വേർഡ്സിൽ എഴുതുക. ഇത് ഫിഗേഴ്സിൽ ഗ്രൂപ്പ് ചെയ്യുന്ന ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം 23 ക്രോഴ്സിൻ്റെ സ്ഥാനമാണ്. ഇത് വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോഴ്സ്. ഇങ്ങനെ വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോഴ്സ് 4 സെറ്റായിട്ട്. വൺസിൽ ഏതൊക്കെ ഗ്രൂപ്പ് വരും? ആദ്യത്തെ 3 numbers വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. നെക്സ്റ്റ് തൗസൻഡ്സിൽ ഏതൊക്കെ ഗ്രൂപ്പ് വരും? 1000, 10,000. നെക്സ്റ്റ് അത് 2 എണ്ണം 52. അടുത്ത ലാക്സിൽ ഏതൊക്കെ ഗ്രൂപ്പ് വരും? ലാക്സ് 10 lakhs അത് 2 എണ്ണം. പിന്നെ ക്രോഴ്സിൽ ഏത് വരും? ക്രോഴ്സ് 10 crores. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഈ നമ്പറിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഇത് ഫിഗേഴ്സിൽ എഴുതുന്നതാണ്. ഇത് വേർഡ്സിൽ എങ്ങനെ ഇത് വായിക്കാൻ പറ്റുക? ക്രോഴ്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 23. ക്രോഴ്സിൻ്റെ സ്ഥാനത്ത് ഇത് വൺസ്, ഇത് തൗസൻഡ്സ്, ഇത് ലാക്സ്, ഇത് ക്രോഴ്സ്. ക്രോഴ്സിൻ്റെ സ്ഥാനത്ത് 23 ക്രോഴ്സ്. ലാക്സിൻ്റെ പ്ലേസിൽ 12 lakhs. നെക്സ്റ്റ് തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 52 തൗസൻഡ്സിൻ്റെ പ്ലേസിലാണ് തൗസൻഡ്സ്. ഈ നമ്പർ എങ്ങനെ വായിക്കാം? നമുക്കറിയാം. വൺസിൻ്റെ പ്ലേസിലല്ല. 587 587. ദെൻ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് വൺസ് പ്ലേസിൽ വരുന്നത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ആദ്യത്തെ 3 നമ്പർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഗ്രൂപ്പ് ചെയ്യും. പിന്നെ തൗസൻഡ്സ് പ്ലേസിൽ വരുന്ന തൗസൻഡ്സ്, 10,000. അടുത്തത് ലാക്സ് പ്ലേസിൽ വരുന്ന ലാക്സ്, 10 lakhs. ക്രോഴ്സിൽ വരുന്ന ക്രോഴ്സ് 10 crores. അങ്ങനെ 4 ഗ്രൂപ്പുകൾ: വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോഴ്സ്. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ടിൽ വൺസ് ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ 3 പ്ലേസസ് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഫസ്റ്റ് 3. തൗസൻഡ്സ് പ്ലേസിൽ വരുന്ന തൗസൻഡ്സ്, 10,000. ലാക്സ് പ്ലേസിൽ വരുന്ന ലാക്സ്, 10 lakhs. ക്രോസ് പ്ലേസിൽ വരുന്ന ക്രോഴ്സ് 10 crores. How will you write this number using Indian place value chart? We can try another number. Then we group these numbers like this. First 3 ഇത് എഴുതുക. 7 5 2 7
6, 5, 1, 1, 2. ഫസ്റ്റ് 3 ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യുക. പിന്നെ തൗസൻഡ്സ് പ്ലേസിൽ വരുന്ന രണ്ടെണ്ണം ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യുക. പിന്നെ ലാക്സ് പ്ലേസിൽ വരുന്ന രണ്ടെണ്ണം ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഇത് വൺസ് പ്ലേസ്, ഇത് തൗസൻഡ്സ് പ്ലേസ്, ഇത് ലാക്സ് പ്ലേസ്, ഇത് ക്രോസ് പ്ലേസ്. ഈ ടേബിള് പ്രകാരമാണ് നമ്മളിത് ഗ്രൂപ്പ് ചെയ്യുന്നത്. വൺസ് പ്ലേസിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. വൺസ്, 2 ones, 1 tens and 100. 2 ones, 1 10, 100. നെക്സ്റ്റ് തൗസൻഡ്സ് പ്ലേസിൽ വരുന്ന 1000, 10,000. 1000, 10,000. ദറ്റ് ഈസ് 65,000. ലാക്സ് പ്ലേസിൽ വരുന്നത് ലാക്സ്, 10 lakhs. ദാറ്റ് ഈസ് 27 lakhs. നെക്സ്റ്റ് ക്രോഴ്സ് പ്ലേസിൽ വരുന്നത് 5 crores, 7, 10 crores. Then will you read this in words? This is a number in figures. ഫിഗേഴ്സിൽ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നെക്സ്റ്റ് വേർഡ്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ നമ്പർ വേർഡ്സിൽ എങ്ങനെയാണ് ഇത് നോക്കിയാൽ മതി. ഇത് വൺസ് പ്ലേസ്, ഇത് തൗസൻഡ്സ് പ്ലേസ്, ഇത് ലാക്സ് പ്ലേസ്, ഇത് ക്രോഴ്സ് പ്ലേസ്. അപ്പോൾ ക്രോഴ്സിൽ നിന്ന് തുടങ്ങാം. ക്രോഴ്സിൻ്റെ അവിടെ എത്രയാണ് കിടക്കുന്നത്? 75 crores. ഇനി ലാക്സ് പ്ലേസിലോ 27. അത് നോക്കിയാൽ മതി ആ ഗ്രൂപ്പ് ചെയ്തതിൽ എത്ര ആണെന്ന്. 27 lakhs. വേർഡ്സിൽ എഴുതാൻ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഫിഗേഴ്സിൽ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. ഇനി തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 65 thousands. ഇത് ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ടാണ്. 1000. നെക്സ്റ്റ് 112. ഇതെങ്ങനെ വായിക്കുക? 112 എന്ന് എഴുതിയാൽ 112. And once more, in Indian place value chart, this chart we only use in our country, India only. Then ones place ones, tens, hundreds. Thousands place 1000, 10,000. Lakhs place lakhs, 10 lakhs. Crores place crores, 10 crores. അപ്പോൾ ഈ നമ്പർ നമുക്ക് എങ്ങനെ ഇങ്ങനെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ നോക്കാം. നമ്പർ തന്നു നമുക്ക് 75, 27, 65, 102. ഈ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഇത് ഗ്രൂപ്പ് ചെയ്യണം. ഫസ്റ്റ് 3 നമ്പേഴ്സ് റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഈ ഗ്രൂപ്പിൽ രണ്ടെണ്ണം വരുന്നത് തൗസൻഡ്സും 10,000s. ആ രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്തു. നെക്സ്റ്റ് ലാക്സിൽ വരുന്നത് ലാക്സ്, 10 lakhs. അതും രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്തു. പിന്നെ ക്രോഴ്സിൽ വരുന്നത് രണ്ടെണ്ണം. ദാറ്റ് ഈസ് ഇത് ഫിഗേഴ്സിൽ എഴുതുന്നതാണ്. ഫിഗേഴ്സിൽ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഈ നമ്പർ. ഫിഗേഴ്സിൽ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം. ദാറ്റ് ഈസ് വി റൈറ്റ് ദിസ് നമ്പർ ഇൻ ഫിഗേഴ്സ് ആസ് ഗ്രൂപ്പിംഗ് യൂസിങ് ദ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട്. വേർഡ്സിൽ അതെങ്ങനെ നോക്കാമല്ലോ. ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ വായിക്കാം. ഇത് വൺസ് പ്ലേസ്, ഇത് തൗസൻഡ്സ് പ്ലേസ്, ഇത് ലാക്സ് പ്ലേസ്, ഇത് ക്രോഴ്സ് പ്ലേസ്. ക്രോഴ്സ് പ്ലേസിൽ എത്ര ഉള്ളത്? 75 crores. നെക്സ്റ്റ് ലാക്സ് പ്ലേസിൽ എത്ര ഉള്ളത്? 27 lakhs. 65,112. Then we can write another number using Indian place value chart. Indian place value ചാർട്ടിൽ ഇതൊന്നും കൂടി വരച്ചിടും. ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. Is Indian place value chart. Indian place value chart ഇത്
വൺസ് പ്ലേസിൽ വരുന്നു. വൺസ് തൗസൻഡ്സ് പ്ലേസിൽ വരുന്നു. ഇത് ലാക്സ്, ഇത് ക്രോഴ്സ്. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ടിൻ്റെ ഗ്രൂപ്പിംഗ് ഇങ്ങനെയാണ്. വൺസ്, വൺസിൽ ഏതെല്ലാം വരും നോക്കാം. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. തൗസൻഡ്സിൽ രണ്ടെണ്ണം, 1000, 10,000. ലാക്സിൽ ലാക്ക്, 10 lakhs. ഇത് ഈ വൺസ് 4 ഗ്രൂപ്പ്സ് ആണ്. വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോഴ്സ്. വൺസിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഇത് തൗസൻഡ്, ഇത് 10,000. ഇത് ലാക്സ്, ഇത് 10 lakh. ഇങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രൈസ് വാല്യൂ ചാർട്ട് പറയാൻ. ഇത് ക്രോഴ്സ്, ക്രോഴ്സ്, 10 crores. ഇത് ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഒരു നമ്പറിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് 3 ഇത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് വൺസ് ഗ്രൂപ്പിൽ വരും. തൗസൻഡ്സ് ഗ്രൂപ്പിൽ തൗസൻഡ്സ്, 10,000. ലാക്സ് ഗ്രൂപ്പിൽ ലാക്സ്, 10 lakhs. ക്രോഴ്സ് ഗ്രൂപ്പിൽ ക്രോഴ്സ്, 10 crores. ഇനി നമുക്ക് 1-2 നമ്പർ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. വരുമ്പോൾ ചിലപ്പോൾ ക്രോഴ്സ് വരെ വരണമെന്നില്ല, എത്രയാണോ വരുന്നത് അതിനനുസരിച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് ചെയ്യാലോ. ഇതാ ഇത് വൺസ് പ്ലേസിൽ, ഇത് തൗസൻഡ്സ് പ്ലേസിൽ, ഇത് ലാക്സ് പ്ലേസ് വരെ ഉള്ളൂ, ഇത് ക്രോഴ്സ് ഇല്ല. അപ്പോൾ ഇത് ലാക്സ് വരെ ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഗ്രൂപ്പ് ചെയ്തു. അതൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഈ നമ്പറിനെ ഗ്രൂപ്പ് ചെയ്തു. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആദ്യത്തെ 3 എണ്ണം ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യുക വൺസ് പ്ലേസിൽ. അടുത്തത് തൗസൻഡ്സ് 2 എണ്ണം, തൗസൻഡ്സും 10,000s 2 നമ്പേഴ്സ്. നെക്സ്റ്റ് ലാക്സ്, ഇവിടെ ലാക്സ് വരെ ഉള്ളൂ ഈ നമ്പറിന്, 2 എണ്ണം, ലാക്സ്, 10 lakhs. ദെൻ വിൽ യു റൈറ്റ് ദിസ് നമ്പേഴ്സ് ഇൻ വേർഡ്സ്. ഇത് ഫിഗേഴ്സിലാണ്, ഇത് ഫിഗേഴ്സിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്. ഗ്രൂപ്പ് ചെയ്ത് ഫിഗേഴ്സിൽ എഴുതി. നെക്സ്റ്റ് വേർഡ്സിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വായിച്ച് നോക്കാമല്ലോ. വേർഡ്സിൽ ഇവിടെ മുതൽ വായിക്കാം. വൺസ് പ്ലേസ്, തൗസൻഡ്സ് പ്ലേസ്, ലാക്സ് പ്ലേസ്. ലാക്സ് പ്ലേസിൽ എത്ര ഉള്ളത്? 52. അപ്പോൾ അത് എഴുതും. 52 എന്ന് വേർഡ്സിൽ എഴുതും. 52 lakhs. പിന്നെ ഉള്ളത് തൗസൻഡ്സ് പ്ലേസിലുള്ള 73. അതും വേർഡ്സിൽ തന്നെ എഴുതും, സ്പെല്ലിംഗ് ആയിട്ട് എഴുതും. 73,000 തൗസൻഡ്സ് പ്ലേസിലുള്ള, പിന്നെ വൺസ് പ്ലേസിലുള്ള. ഇതെങ്ങനെ വായിക്കും? ഇത് അറിയാം ചെറിയ ക്ലാസ്സിൽ. 457 457. Then Indian place on here, Indian place value chart, 4 groups, ones groups, thousands group, lakhs group, crores groups. Ones groups ഇതാ വരിക, പ്ലേസസ് ആ വരിക. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. തൗസൻഡ്സിൽ 1000,
10,000. ലാക്സ് 10 lakhs. ഇവിടെ ക്രോഴ്സ് 10 crores. അതിന് പ്രകാരം നമുക്ക് തന്നേക്കുന്ന നമ്പർ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് 3 ഇതാ, ഇത് നമുക്ക് തന്ന നമ്പർ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് അത് ഫിഗേഴ്സിൽ എഴുതുക, ഗ്രൂപ്പ് ചെയ്യുക. ഫസ്റ്റ് 3 നമ്പേഴ്സ് ഗ്രൂപ്പ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് 2 തൗസൻഡ്സിൽ, നെക്സ്റ്റ് 2 ലാക്സിൽ. ഇവിടെ ലാക്സ് വരെ ഉള്ളൂ, ക്രോഴ്സ് ഇല്ല. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. അപ്പോൾ 457. വൺസ് പ്ലേസിൽ 7ഉം ടെൻസ് പ്ലേസിൽ 5ഉം ആണെങ്കിൽ 57 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 100 പ്ലേസിൽ 400 അല്ലേ, 457. നെക്സ്റ്റ് തൗസൻഡ്സ് പ്ലേസിൽ 73 ആണ്, ജസ്റ്റ് റീഡ് 73,000. ലാക്സിൽ 2ഉം 10 lakhsൽ 5ഉം ആണ്. അപ്പോൾ 52 lakhs. ഇതിങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇത് ഫിഗേഴ്സിൽ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഫിഗേഴ്സിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇത് വേർഡ്സിൽ എഴുതുന്നു. റൈറ്റ് ദ നമ്പർ ഇൻ വേർഡ്സ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട്. ഇവിടെ വൺസ് പ്ലേസ്, തൗസൻഡ്സ് പ്ലേസ് ഈ ചാർട്ട് പ്രകാരം നോക്കിയാൽ മതി. തൗസൻഡ്സ് കഴിഞ്ഞാൽ പിന്നെ ലാക്സ് പ്ലേസ്. അപ്പോൾ ലാക്സ് വരെ ഉള്ളൂ ഇതിൽ. അപ്പോൾ ലാക്സ് ആകുമ്പോൾ ഇവിടെ എത്ര വായിക്കുക? 52 lakhs. 73,000. 400 ഇതറിയാം, 457. നെക്സ്റ്റ് അനദർ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം വേർഡ്സിലും ഫിഗേഴ്സിലും എഴുതുക, ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ദ നമ്പർ ഇൻ അക്കോർഡിംഗ് ടു ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട്. ഫസ്റ്റ് ഗ്രൂപ്പ്, ഫസ്റ്റ് 3 numbers, നെക്സ്റ്റ് 2 numbers, നെക്സ്റ്റ് 2 numbers. ഇത് വൺസ് പ്ലേസിൽ ഈ 3 വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഇത് വായിക്കാൻ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. 106. ഇത് തൗസൻഡ്സ് പ്ലേസിലാണ് വരിക. തൗസൻഡ്സ് പ്ലേസിൽ വരുന്നത് ഇതെങ്ങനെ വായിക്കുക? 30,000. തൗസൻഡ്സ് പ്ലേസിൽ വരുന്നതുകൊണ്ട് 30,000. ഇത് ലാക്സ് പ്ലേസിലാണ് വരുന്നത്. ഇതെങ്ങനെ വായിക്കുക? 82 lakhs. ഇത് ക്രോഴ്സ് പ്ലേസിലാണ് വരിക. ക്രോഴ്സ് 10 crores. ദാറ്റ് ഈസ് 70 crores. ഇത് ഫിഗേഴ്സിൽ എഴുതി, ഈ നമ്പർ ഫിഗേഴ്സിൽ എഴുതി ഗ്രൂപ്പ് ചെയ്തു. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്തിട്ട് ഇത് റെഡി ചെയ്യുന്നത് എങ്ങനെയാണ്? 70 വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോഴ്സ്. ദെൻ വൺസ് പ്ലേസിലെ നമ്പർ എങ്ങനെ വായിക്കുക? 106. 106 എങ്ങനെ വായിക്കുക? 106. യു ഹാവ് സ്റ്റഡീഡ് ഇൻ ഏർലിയർ ക്ലാസ്സസ്. ഇത് തൗസൻഡ്സ് പ്ലേസിൽ 30,000. ലാക്സ് പ്ലേസിൽ 82 lakhs. ക്രോഴ്സ് പ്ലേസിൽ 70 crores. ഇത് വേർഡ്സിൽ എഴുതാമല്ലോ. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം വേർഡ്സിൽ ഈ നമ്പർ എങ്ങനെ എഴുതുക? വൺസ്, അത് ഓർക്കണം. ഈ ചാർട്ട് ഓർത്താൽ മതി. ചാർട്ട് പെട്ടെന്ന് മനസ്സിൽ ഓർക്കണം. ചാർട്ട് ബൈ ഹാർട്ട് ചെയ്താൽ മതി. മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇവിടെ വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോഴ്സ്. ക്രോഴ്സിൻ്റെ അവിടെ എത്ര നമ്മൾ എഴുതിയേക്കുന്നത് നോക്കാമല്ലോ? 70. ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് 70 crores. 82 lakhs. ലാക്സിൻ്റെ അവിടെ എത്ര ഉണ്ട്? 82 lakhs. 30,000. തൗസൻഡിൻ്റെ അവിടെ എത്ര ഉണ്ട്? 30. 106. ഇതാണ് ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഈ വേർഡ്സിൽ എഴുതുക, ഫിഗേഴ്സിൽ ഗ്രൂപ്പ് ചെയ്യുക, വേർഡ്സിൽ എഴുതുക. നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം ചെയ്യാമല്ലോ.
ഇത് ഗ്രൂപ്പ് ചെയ്യാം. നമുക്ക് ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് 3 ഒരു ഗ്രൂപ്പ്, പിന്നത്തെ 2 ഒരു ഗ്രൂപ്പ്, ഇത് വൺസ് ഗ്രൂപ്പ്, ഇത് തൗസൻഡ്സ് ഗ്രൂപ്പ്സ്, ഇത് ലാക്സ് ഗ്രൂപ്പ്, ഇത് ക്രോഴ്സ് ഗ്രൂപ്പ്. നോക്കാമല്ലോ. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഫസ്റ്റ് എങ്ങനെ വായിക്കുക? 432. നെക്സ്റ്റ് വൺസ്, തൗസൻഡ്സിൻ്റെ 1000ൻ്റെ ഉള്ളതുകൊണ്ട് 1000 എന്ന് വായിച്ചാൽ മതി. 10,000ൻ്റെ പ്ലേസിലൊന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടാൽ മതി. വായിക്കുമ്പോൾ 1000. നെക്സ്റ്റ് ഇവിടെ ലാക്സ്, 10 ലാക്സ്. ഇവിടെ 10 ലാക്സിൻ്റെ പ്ലേസിലൊന്നും ഇല്ല, അതുകൊണ്ട് അത് വായിക്കേണ്ട. 2 എന്ന് വായിച്ചാൽ മതി, 2 ലാക്സ് എന്ന് വായിച്ചാൽ മതി. ഇത് ഫിഗേഴ്സിൽ എഴുതി. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഫിഗേഴ്സിൽ ഗ്രൂപ്പ് ചെയ്തു. ആദ്യത്തെ 3 വൺസ് ഗ്രൂപ്പിൽ, അടുത്ത തൗസൻഡ്സ് ഗ്രൂപ്പിൽ, അടുത്ത 2 നമ്പർ, പിന്നത്തെ 2 നമ്പർ ലാക്സ് ഗ്രൂപ്പിൽ, പിന്നെ 1 നമ്പറേ ഉള്ളൂ ക്രോഴ്സിൽ. ഇനി ഇവിടെ വേർഡ്സിൽ നോക്കാം. വേർഡ്സിൽ ഈ നമ്പർ എങ്ങനെ എഴുതുക? ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം വേർഡ്സിൽ എഴുതുന്നത് വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോഴ്സ്. ക്രോഴ്സിൻ്റെ അവിടെ വെറും 2 ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 2 ക്രോഴ്സ്. 2 0 എന്നുണ്ടെങ്കിൽ 20 ക്രോഴ്സ് എന്ന് എഴുതിയാൽ. ക്രോഴ്സും 10 ക്രോഴ്സും. ഇവിടെ ക്രോഴ്സിൻ്റെ സ്ഥാനത്തേ ഉള്ളൂ, 10 ക്രോഴ്സിൻ്റെ സ്ഥാനത്ത് നമ്പർ ഇല്ല. 2 ക്രോഴ്സ്, 2 ക്രോഴ്സ്. ഇനി ലാക്സ്, 10 ലാക്സ്. 10 ലാക്സിൻ്റെ അവിടെ ഒന്നുമില്ല, അതുകൊണ്ട് 2 02 എന്ന് പറയാൻ നമ്മൾ അങ്ങനെ വായിക്കുക. 2 ലാക്സ്. ഇനി 01 1000ൻ്റെ അവിടെ. അപ്പോൾ 10,000ൻ്റെ അവിടെ ഒന്നുമില്ല. അപ്പോൾ തിരിച്ച് 10 ആയിരുന്നെങ്കിൽ 10,000 എന്ന് വായിച്ചത്. ഇത് 01 ആണ്, അതുകൊണ്ട് തൗസൻഡ്സിൻ്റെ പ്ലേസിൽ മാത്രമേ ഉള്ളൂ. 1000. ഇതെങ്ങനെയാണെന്നറിയാം. 432. 432. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം വേറൊരു നമ്പർ അത് ഗ്രൂപ്പ് ചെയ്തു. ആദ്യത്തെ 3 എണ്ണം ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്തു, പിന്നത്തെ 2 എണ്ണം തൗസൻഡ്സ് പ്ലേസിലുള്ള. വൺസ് പ്ലേസിൽ ഒന്നിച്ച് 3 എണ്ണം. ഇത് ഈ ഫസ്റ്റ് കോളത്തിൽ എങ്ങനെയല്ലേ? വൺസ് പ്ലേസിൽ. സെക്കൻഡ് കോളത്തിൽ തൗസൻഡ്സ് പ്ലേസിൽ 2 എണ്ണം ഗ്രൂപ്പ് ചെയ്തു, ലാക്സിൽ 2 എണ്ണം ഗ്രൂപ്പ് ചെയ്തു, പിന്നെ ക്രോഴ്സിൽ ഇവിടെ ഒറ്റ നമ്പറേ ഉള്ളൂ, അതുകൊണ്ട് അത് എഴുതി 2 ക്രോഴ്സ്. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ. ഇത് ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് ഫിഗേഴ്സിലാകുക നമ്പർ. എന്നിട്ടത് വേർഡ്സിൽ എഴുതുക. ഫസ്റ്റ് 2 വൺസിൽ എത്ര ഏതൊക്കെയാണ് വരുന്നത്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ആദ്യത്തെ 3 എണ്ണം ഗ്രൂപ്പ് ചെയ്തു. ഇനി തൗസൻഡ്സിൽ 2 എണ്ണം, 1000, 10,000. പിന്നത്തെ 2 നമ്പർ ഗ്രൂപ്പ് ചെയ്തു. ഇനി ലാക്സിൻ്റെ പ്ലേസിൽ 2 എണ്ണം, ലാക്സ്, 10 ലാക്സ്, അതും ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്ത് അപ്പോൾ ആ ഫിഗേഴ്സിൽ എഴുതുന്ന നമ്പർ അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഇത് വന്നു. ഇതെങ്ങനെയാണ് വായിക്കുക? വലിയ റീഡ് ദിസ് നമ്പർ. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഇതറിയാം. 116. വൺസ്, ടെൻസ്, 100. 6 വൺസ്, 110, 100. 116. നെക്സ്റ്റ് തൗസൻഡ്സിൻ്റെ ഭാഗത്ത് എന്താണെന്ന് എഴുതിയേക്കുന്നത്? 51,000. നെക്സ്റ്റ് ലാക്സിൻ്റെ ഭാഗത്ത് 32 ലാക്സ്. പിന്നെ ക്രോഴ്സ്, 12 ക്രോഴ്സ്. വൺസിൻ്റെ ഗ്രൂപ്പിൽ ആദ്യത്തെ 3 നമ്പർ 611, 116. തൗസൻഡ്സിൻ്റെ ഭാഗത്ത് എന്താന്ന് വന്നിരിക്കുന്ന ഗ്രൂപ്പ് ചെയ്തപ്പോൾ 51, 1000, 5, 10,000. നെക്സ്റ്റ് ലാക്സിൻ്റെ ഭാഗത്ത് 2 ലാക്സ്, 3, 10 ലാക്സ്. ഇത് ക്രോഴ്സ്, 10 ക്രോഴ്സ്. Write the numbers in words using Indian place value chart. ഇവിടെ ക്രോഴ്സ് ആണ്. ക്രോഴ്സിൻ്റെ സ്ഥാനത്ത് എത്ര വന്നേക്കുന്നത്? 12 ക്രോഴ്സ്. 12 ക്രോഴ്സ്. 32 lakhs. 51,000. ഈ ചാർട്ട് ഓർത്തിരുന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും.
116. Then listen here. Write this, group these numbers. Question ഇതാണ്. ഈ നമ്പേഴ്സിനെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ അത് ഫിഗേഴ്സിലായി. എന്നിട്ട് അത് വേർഡ്സിൽ എഴുതുക. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് ഇതാണ്. വൺസ് എന്നുള്ള ഗ്രൂപ്പിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ആദ്യത്തെ 3 ഗ്രൂപ്പ് ചെയ്യുക. തൗസൻഡ്സിൽ 2 1000, 10,000 പിന്നത്തെ 2 നമ്പർ ഗ്രൂപ്പ് ചെയ്യുക. ഇങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. പിന്നെ ലാക്സിൻ്റെ സ്ഥാനത്ത് 2 ഇത് 2 ഗ്രൂപ്പ് ചെയ്യുക. ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഇത് വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോഡ്സ്. എങ്ങനെ വായിക്കുക? വേർഡ്സിൽ 12 crores, 32 lakhs, 51,116. ഈ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ടാണ്. അതെന്താണെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട്. ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് നോക്കാമല്ലോ. അത് ഇതുപോലെ ചാർട്ടായിട്ട് വരച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ അതിൽ ക്രോഴ്സ് അല്ല, മില്യൺ, 10 മില്യൺ, 100 മില്യൺ അങ്ങനെയാണ്. നോക്കാം. തൗസൻഡ്സ് പ്ലേസ് വരെ നമ്മൾ മറ്റേത് പഠിച്ച പോലെ തന്നെയാണ്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. തൗസൻഡ്സ് പ്ലേസ് നമ്മൾ പഠിച്ച പോലെ തന്നെ. ചെറിയ വ്യത്യാസമുണ്ട്. തൗസൻഡ്സ് പ്ലേസിൽ 1000. നെക്സ്റ്റ് 10,000. ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ടിൽ 10,000 വരെ ഉള്ളായിരുന്നു. ഇവിടെ 100,000. 100,000. നെക്സ്റ്റ് മില്യൺസ്. അവിടെ ക്രോഴ്സ് ഇല്ല, മില്യൺസ്. 1 മില്യൺ, 10 മില്യൺസ്, 100
മില്യൺസ്. ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ടിൽ ഇവിടെ വൺസ്, തൗസൻഡ്സ്, മില്യൺസ് 3 ഗ്രൂപ്പ്. മറ്റേ വൺസ്, തൗസൻഡ്സ്, ലാക്സ്, ക്രോഴ്സ്. ഇവിടെ വൺസ്, തൗസൻഡ്സ്, മില്യൺസ്. ഇവിടെ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, അത് 3 കൂടെ ഒരു ഗ്രൂപ്പ്. പിന്നെ തൗസൻഡ്സിലും വരുന്നത് 3 പ്ലേസസ് വരും. 1000, 10,000, 100,000. നെക്സ്റ്റ് മില്യൺസിലും 3 ഗ്രൂപ്പ് വരും. 1 മില്യൺ, 10 മില്യൺ, 100 മില്യൺ. ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട്. ഇത് ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് അത് 3 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വൺസ്, തൗസൻഡ്സ്, മില്യൺസ്. ഇവിടെ ക്രോഴ്സും ലാക്സും ഒന്നുമില്ല. വൺസ്, തൗസൻഡ്സ്, മില്യൺസ്. വൺസിൽ 3 എണ്ണം വരും. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. നെക്സ്റ്റ് തൗസൻഡ്സിൽ 1000, 10,000, 100,000. നെക്സ്റ്റ് മില്യൺസിൽ 1 മില്യൺ, 10 മില്യൺ, 100 മില്യൺ. നെക്സ്റ്റ് we can group a number using international place value chart. ഇത് നമുക്ക് ഈ ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഗ്രൂപ്പ് ചെയ്യുക. അതായത് 3 വെച്ചിട്ട് ഫസ്റ്റ് 3, 3, 3. ദാറ്റ് ഈസ് ഇതെങ്ങനെ വായിക്കുക? 210. ഇതോ 116 തൗസൻഡ്സിൻ്റെ ഭാഗത്ത്. ഇവിടെ മില്യൺസിൻ്റെ ഭാഗത്ത് 782. ഇപ്പോൾ ഇത് ഫിഗേഴ്സിലായി. ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഫിഗേഴ്സിലായി. ഈ നമ്പർ ഗ്രൂപ്പ് ചെയ്തപ്പോൾ 3 ഗ്രൂപ്പ് ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് 3 പ്ലേസസ് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. സെക്കൻഡ് തൗസൻഡ്സ് പ്ലേസിൽ 1000, 10,000, 100,000. നെക്സ്റ്റ് മില്യൺസിൻ്റെ പ്ലേസിൽ 1 മില്യൺ, 10 മില്യൺസ്, 100 മില്യൺസ്. ദെൻ ഈ നമ്പറിനെ നമ്മൾ 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഇതെല്ലാം 3 ഗ്രൂപ്പ്സ് ആയിട്ടാണ്. ഇത് ഫസ്റ്റ് 3 പ്ലേസസ്, നെക്സ്റ്റ് 3 പ്ലേസസ്, നെക്സ്റ്റ് 3 പ്ലേസസ്. അതുകൊണ്ട് അങ്ങ് ഗ്രൂപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഫിഗേഴ്സിലിത് ഇങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരമാണ്. ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരമാണ് നമ്മളത് ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്. ഇനി ഇത് വേർഡ്സിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഇത്രയും വരുന്നത് വൺസ് പ്ലേസിൽ, ഇത്രയും വരുന്നത് തൗസൻഡ്സ് പ്ലേസിൽ, ഇത്രയും വരുന്നത് മില്യൺസ് പ്ലേസിൽ. മില്യൺസ് പ്ലേസ് മുതൽ വായിക്കാം. ഇതെങ്ങനെ വായിക്കുക? 782 മില്യൺസ്. ഇത്രയും മില്യൺസിൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. 116,000. അതെങ്ങനെ വായിക്കാൻ നോക്കിയാൽ മതി. 116,000. ബാക്കി വായിക്കുക 210. അപ്പോൾ ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് പ്രകാരം ഇത് ഗ്രൂപ്പ് ചെയ്തു. ഫിഗേഴ്സിൽ എഴുതി ഗ്രൂപ്പ് ചെയ്തു. ഇത് റെഡി ചെയ്യുന്നത് എങ്ങനെയാണ്? വേർഡ്സിൽ ഈ നമ്പർ വേർഡ്സിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇത്ര മില്യൺസ് 782 മില്യൺസ്, 782 മില്യൺസ്, 116,210. നെക്സ്റ്റ് one more question. ഇത് ഗ്രൂപ്പ് ചെയ്യാം. 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഇവിടെ ഗ്രൂപ്പ് ചെയ്തു, ഇത് ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ ലാസ്റ്റിൽ 2 ഉള്ളൂ. അപ്പോൾ 2 വായിച്ചാൽ മതി.
അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ പ്രൈസ് വാല്യൂ ചാർട്ട് പ്രകാരം. ഇൻ്റർനാഷണൽ പ്രൈസ് വാല്യൂ ചാർട്ട് ഈ കാണുന്നതാണ്. മൂന്നായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. വൺസ് ഗ്രൂപ്പിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. തൗസൻഡ്സ് ഗ്രൂപ്പിൽ 1000, 10,000, 100,000. മില്യൺസ് ഗ്രൂപ്പിൽ 1 million, 10 million, 100 millions. ദെൻ ഈ വൺസ് ഗ്രൂപ്പിൽ എത്ര ഉണ്ട്? ഇത് വായിക്കാൻ നമുക്കറിയാം. 236. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഹൺഡ്രഡ്സ് പ്ലേസിൽ 2 ആണ്, അതുകൊണ്ട് 200. ഇത് 36 എന്നാണ് വായിക്കുക. ഇതെങ്ങനെ വായിക്കുക? 219. ഇത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? തൗസൻഡ്സിൻ്റെ ഗ്രൂപ്പിൽ, അതുകൊണ്ട് 219 thousands. നെക്സ്റ്റ് ഇവിടെ മില്യൺസിൻ്റെ ഗ്രൂപ്പിൽ വെറും 72 ഉള്ളൂ, 3 ഇല്ല. അപ്പോൾ ഇത് വേർഡ്സിൽ എഴുതാമല്ലോ. വേർഡ്സിൽ എങ്ങനെയാണ് ഇത് വായിക്കുക? 70. മില്യൺസിൻ്റെ ഗ്രൂപ്പിൽ 72 ആണ് വരുന്നത്. 72 million 219,000 219,000. നെക്സ്റ്റ് ഇതെങ്ങനെ വായിക്കുക? 236. 236. ഇത് ഗ്രൂപ്പ് ചെയ്തു. ഇൻ്റർനാഷണൽ പ്രൈസ് വാല്യൂ ചാർട്ട് പ്രകാരം ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് വേർഡ്സിൽ ഇത് തന്നെ വായിച്ചാൽ മതി. മില്യൺസിൻ്റെ ഗ്രൂപ്പിൽ 72 ആണ് വരുന്നത്. 72,219,236. നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ ഫലപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.